കുഴപ്പിക്കുന്ന ആ ഒരു കാര്യമാണ്. എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊന്നത് എന്നുള്ളതാണ്, ആരുമായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്ത് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നവരുടെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നിവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിൻ്റെ പേരിൽ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ്. ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ. ഹലോ ഫ്രണ്ട്സ്, ബാലരാമപുരത്താണെങ്കിൽ ഒരു കൊച്ചുകുട്ടി 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയെ കിണറ്റിൽ വീണ മരിച്ച നിലയിൽ കണ്ടെത്തിയായിരുന്നു. അത് ഭയങ്കരമായിട്ടൊരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഡൗട്ടിൻ്റെ മുൻമുനയിലായിരുന്നു. ആ സമയത്താണ് എല്ലാവരും പറഞ്ഞു ചിലപ്പോൾ അമ്മ തന്നെ ആയിരിക്കും കൊന്നതെന്നൊക്കെ കാര്യങ്ങൾ കുറേ പേര് പറഞ്ഞു. അവസാനം പിടികിട്ടിയ കാര്യം എന്ന് പറഞ്ഞത് ആ കൊച്ചിനെ കൊന്നത് സ്വന്തം അമ്മാവൻ തന്നെയാണ്. അതായത് ഈ ഒരു കുട്ടിയുടെ അമ്മയുടെ സഹോദരനാണ് കൊന്നത്. എന്തിനാണെന്ന് കാര്യമൊന്നും നമുക്ക് നേരത്തെ മനസ്സിലായിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ആ സമയത്ത് ഇട്ടപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പുള്ളിക്കാരനെ ചെയ്തതെന്ന് പറഞ്ഞൊരു വീഡിയോ. പക്ഷേ കാരണങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. പിന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് ഈ കാരണം, ഈ അമ്മാവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളൊരു കാര്യം പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സഹോദരനും ആ ഒരു കുട്ടിയുടെ അമ്മയും തമ്മിൽ വഴിപെട്ട രീതിയിലൊരു ബന്ധമുണ്ടായിരുന്നു. ഇത് പോലീസുകാർക്ക് എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ അവരെ വാട്സപ്പ് ചാറ്റുകളൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവർ തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് വളരെ മോശമായ രീതിയിലാണ്. ഇത് വെളിയിൽ പറയാൻ പോലും കൊള്ളാത്ത അത്രയ്ക്ക് രീതിയിൽ മോശമായൊരു കാര്യമാണ്. ഈ ഒരു അവനായിട്ടുള്ള ഈ ഒരു വ്യക്തിയായിട്ട് സ്വന്തം സഹോദരനും തമ്മിലാണോ ഈ ഒരു ബന്ധമുള്ളത്. സോ അങ്ങനെ ഇരിക്കുകയാണ് ഇവരെ വീട്ടിലുണ്ടെങ്കിൽ ഇവർ അച്ഛൻ എന്തോ മരിക്കുന്നത്, അതിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു സഹോദരി ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ താമസിക്കുമായിരുന്നു. ഭർത്താവ് കൊണ്ട് കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ തന്നെ അന്നത്തെ ദിവസം എന്ത് ചെയ്ത് താമസിക്കാൻ റെഡിയാവുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു രാത്രി ഇവരെ കിടക്കാൻ പോകുമ്പോഴത്തേന് ഈ സഹോദരി ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ പോകുന്നത്. ഇത് കണ്ടതും ഭയങ്കരമായിട്ട് എന്താ പറയുക, ജലസ് അടിച്ച ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് ആ ഒരു കുട്ടി എടുത്തുകൊണ്ടൊന്ന് കിണറ്റി കളയുകയാണ് ചെയ്തത്. ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ 2 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ് ഈ ഒരു അമ്മാവൻ അങ്ങനെ ചെയ്തതെന്ന് ആലോചിക്കണം. കാരണം ഒരു സഹോദരിയും ഒരിക്കലും പാടില്ലാത്ത ബന്ധമാണ് അവർ തമ്മിലുണ്ടായിരുന്നത്. അതിൽ ഭർത്താവുമായിട്ട് കഴിയാൻ റൂമിൽ പോയി താമസിക്കാൻ പോയെന്ന് കണ്ട ഒരു ദേഷ്യത്തിലാണ് ഒരു കുട്ടിയെ കൊണ്ടുപോയി കിണറ്റിൽ എറിഞ്ഞു കൊന്നത്. ഇത്രയൊക്കെ ക്രൂരത നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ അടുത്തിടെയായിട്ട് ഓരോ ദിവസവും ഓരോ ന്യൂസുകളാണ് കേൾക്കുന്നത്.